ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു അടിപൊളി എഗ് ചില്ലിയാണ് കേട്ടോ. ചപ്പാത്തിയുടെ കൂടെയും ഗീ റൈസിൻ്റെ കൂടെയും പൊറോട്ടയുടെ ഒക്കെ കഴിക്കാനായിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. എങ്ങനെയാണ് എഗ് ചില്ലി ഉണ്ടാക്കുന്നത് നോക്കാം. ഓക്കെ, സോ ആദ്യമായിട്ട് അതിന് വേണ്ടിയുള്ള അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 2 വലിയ സവാള ക്യൂബായിട്ട് അരിഞ്ഞതാണ് കേട്ടോ. പിന്നെ റെഡ് കളർ ക്യാപ്സിക്കം, യെല്ലോ കളർ ക്യാപ്സിക്കം, ഗാർലിക്ക്, ജിഞ്ചർ, ഒരു പച്ചമുളക്. ഓക്കെ, ഗ്രീൻ കളർ ക്യാപ്സിക്കമാണ് വേണ്ടത്. എൻ്റെ ഗ്രീൻ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ റെഡും യെല്ലോ കളർ ക്യാപ്സിക്കവും എടുത്തേക്കുന്നത്. പിന്നെ 6 വെളുത്തുള്ളിയാണ് എടുത്തേക്കുന്നത്. വെളുത്തുള്ളിയുടെ അളവാണ് നമ്മൾ കുറച്ച് കൂടുതൽ എടുക്കേണ്ടത്. ഇഞ്ചിയുടെ അളവ് കുറച്ച് മതി കേട്ടോ. ഓക്കെ, പിന്നെ അതിന് ശേഷം മുട്ട. ഇത് 5 മുട്ടയാണ് ഞാൻ ഇന്ന് എടുത്തേക്കുന്നത്. 5 മുട്ട ബോയിൽഡ് ചെയ്ത് എടുത്ത് വെച്ചേക്കാണ് കേട്ടോ. ഇനി ഇതിനെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, കട്ട് ചെയ്യണം. 4ആയിട്ടോ 2ആയിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിന് കട്ട് ചെയ്യും. ഞാനിത് ഓരോ മുട്ടയും 4ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഓക്കെ, അങ്ങനെ അത് ഓരോ മുട്ടയും 4ആയിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഓക്കെ, ഇതിന് വേണ്ടിയുള്ള ബാറ്റർ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നോക്കാം. ഒരു ബൗളിൽ 2 സ്പൂണ് കോൺഫ്ലവർ. ഓക്കെ, 2 സ്പൂൺ കോൺഫ്ലവർ ചേർക്കണം. അതിനുശേഷം 1 സ്പൂണ് മൈദയും. ഇത് 1 സ്പൂണ് മൈദയാണ് കേട്ടോ. 1 സ്പൂണ് മൈദയും കൂടെ അതിൻ്റെ കൂടെ ചേർക്കണം. പിന്നെ അതിനാവശ്യമായിട്ടുള്ള മുളക് പൊടി, കുറച്ച് കുരുമുളക്, ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് വെള്ളത്തിൽ നമ്മൾ നമ്മുടേതായ രീതിയിലുള്ള അളവിന് മിക്സ് ചെയ്തെടുക്കേണ്ടതാണ്. കട്ടിക്കുകയാണെങ്കിൽ കട്ടിക്കെടുക്കാം, ലൂസായിട്ടാണെങ്കിൽ ലൂസായിട്ട്. കുറച്ച് കട്ടിക്ക് വേണം കേട്ടോ. ഞാൻ ഇതുപോലെ കലക്കിയത് ഇതുപോലെ ലൂസായിപ്പോയി. ഓക്കെ, ഇതുപോലെ നമ്മുടേതായ ഇഷ്ടത്തിന് ബാറ്റർ തയ്യാറാക്കി നമുക്ക് എടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി ഇത് ഓരോന്നും സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഇത് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. സൺഫ്ലവർ വെളിച്ചെണ്ണ വേണ്ട, സൺഫ്ലവർ ഓയിലാണ് കുറച്ചും കൂടി നല്ലതായിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ ഓരോ മുട്ടയും സൺഫ്ലവർ ഓയിലിൽ മുക്കി ആ ബാറ്ററിൽ മുക്കി പൊരിച്ചെടുക്കാം. ഓക്കെ, എല്ലാ മുട്ട ഇതുപോലെ ചെയ്തെടുക്കാം. അങ്ങനെ ഓരോ മുട്ടയായിട്ട് പൊരിച്ച് മാറ്റി വെക്കുന്നുണ്ട്. ഓക്കെ, ലൈറ്റായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ച് വിട്ട് പൊരിച്ച് ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ്. ഇനി അടുത്ത് അതിന് വേണ്ടിയുള്ള മെയിൻ ഇതിലോട്ട് നമുക്ക് പോവാം. ഒരു പാനിൽ കുറച്ച് വീണ്ടും സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ചേർക്കുന്നത്. സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യണം. ഓക്കെ, സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്തു. സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്തതിന് ശേഷം അതൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് ആദ്യം കുറച്ച് വെളുത്തുള്ളി, പിന്നെ അതിന് ശേഷം ഇഞ്ചി ഇടുക. ഓക്കെ, ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ച ഫ്ലേവർ ഒന്ന് മാറുന്നത് വരെ അതിൻ്റെ കൂടെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഞാൻ അതിൻ്റെ കൂടെ തന്നെ ഒരു മുളക് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു മുളകേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഓക്കെ, ആ ഒരു റോ ഫ്ലേവർ മാറുന്നവരെ അതൊന്ന് വഴറ്റി കൊടുക്കേണ്ടതാണ്. പിന്നെ അതിനുശേഷം സവാള ക്യൂബായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള നന്നായിട്ട് വശക്കിടണം. ഒരുപാട് നല്ല രീതിയിൽ വശക്കണ്ട, ആ ഒരു കളർ ബ്രൗൺ ചേഞ്ച് ആകുന്നത് വരെ നല്ല രീതിയിൽ വശക്കേണ്ടതാണ്. ഇനി അതിൻ്റെ കൂടെ തന്നെ ഞാൻ എന്ത് ആഡ് ചെയ്യുന്നുണ്ട്, ക്യാപ്സിക്കം ആഡ് ചെയ്യുന്നുണ്ട്. യെല്ലോ കളറും റെഡ് കളർ ക്യാപ്സിക്കവും ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഉള്ളി വശക്കാൻ വേണ്ടി ആവശ്യത്തിന് വേണ്ടി മാത്രമുള്ളൊരു ഉപ്പ്, കുറച്ച് ഉപ്പും കൂടെ ഇട്ട് അടച്ച് വെച്ച് കഴിക്കാം. നമ്മൾ വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അതിൽ നിന്ന് തന്നെ വെള്ളത്തിൻ്റെ ഒരു അംശം വന്നോളും. ആ വെള്ളത്തിൽ തന്നെ കിടന്ന് അത് നല്ല രീതിയിൽ ഡ്രൈ ആയിക്കൊണ്ട് വന്നോളും. ഓക്കെ, ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ചേർക്കേണ്ടത് കെച്ചപ്പാണ്. 2 സ്പൂൺ സോസാണ് ഞാൻ ഇതിലെടുത്തേക്കുന്നത്. 2 സ്പൂൺ ടൊമാറ്റോ സോസും 1 സ്പൂണ് സോയാ സോസുമാണ് ചേർക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ കൂടെ ഗ്രീൻ ചില്ലി സോസ് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ റെഡ് ചില്ലി എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഓക്കെ, എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ ടൊമാറ്റോ സോസും സോയാ സോസാണ്. അപ്പോൾ അത് രണ്ടും ഞാൻ ആഡ് ചെയ്തു. സോയാ സോസും ടൊമാറ്റോ സോസും നമുക്കിത് ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറ്റാത്തതാണല്ലോ. ഇനി ഈ ഒരു ഗ്രേവി നല്ല തിക്നെസ്സോടെ കിട്ടാൻ വേണ്ടി അതേ സെയിം കോൺഫ്ലവർ തന്നെ കുറച്ച് വെള്ളത്തിൽ കലക്കി ഇതിൻ്റെ കൂടെ നമുക്ക് ചേർക്കാം. ഓക്കെ, അതും കൂടെ ആഡ് ചെയ്യുമ്പോൾ നല്ല തിക്കായിട്ട് നല്ല കട്ടിക്ക് നല്ല ഗ്രേവി ആയിട്ട് കിട്ടുന്നതാണ്. ഓക്കെ, കണ്ടോ, ഇതിപ്പോൾ നല്ല കുറുകുറ വരുന്നുണ്ട്. ആ സോസൊക്കെ നല്ല പൊങ്ങി വരുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ പൊരിച്ച് മാറ്റി വെച്ച എഗ്ഗ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ഓക്കെ, എല്ലാം തന്നെ കഴിഞ്ഞു. മല്ലിയോ സ്പ്രിംഗ് ഓണിയനോ എന്താണെന്ന് വെച്ചാൽ ഇടാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ടായിരുന്നത് കസ്തൂരി മെത്തിയാണ്. ഞാനിപ്പോൾ അതാണ് ആഡ് ചെയ്തത്. ഇതിൻ്റെ കൂടെ മല്ലിയിലയും സ്പ്രിംഗ് ഓണിയനൊക്കെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ല ഫ്ലേവർ ആയിരിക്കും. നല്ല രീതിയിൽ എന്തായാലും വന്നിട്ടുണ്ട്. ഇനി ഉപ്പ് നമ്മൾ പാകത്തിന് നോക്കിയിടേണ്ടതാണ്. സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി തയ്യാറാക്കാവുന്നതാണ്. ചപ്പാത്തിയുടെ കൂടെ ഗീ റൈസിൻ്റെ കൂടെ എങ്ങനെയാണെന്ന് വെച്ചാലും കഴിക്കാം. ഇത് അടിപൊളിയാണ്. സിമ്പിൾ റെസിപ്പിയല്ല, നമ്മൾ ഡെയിലി എഗ് കറി വെക്കുന്നേക്കാളും നല്ല ടേസ്റ്റാണിത്. സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിതിപ്പോൾ ചപ്പാത്തിയോടാണ് സെർവ് ചെയ്തത്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നോട് പറയുക. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക്